ഹായ് ഡിയർ, ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കോഴി വളർത്തലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് 2 കൂട് നിറച്ചും കോഴികളുണ്ടായിരുന്നു. ഏതാണ്ട് 60ഓളം കോഴികളുണ്ടായിരുന്നു. അന്നൊന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കോഴിക്കടകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു. 1986 കാലഘട്ടമാണത്. ആ സമയങ്ങളിലൊന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഞങ്ങളുടെ അവിടെയൊന്നും പഞ്ചായത്തിലൊന്നും കോഴിക്കടകൾ വരാൻ തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കോഴി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഓരോ സീസണൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങളുടെ വീട്ടിലേക്ക് അപ്പോൾ അന്നൊക്കെ വീടുകളിലൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ ചെന്നാണ് ആൾക്കാർ കോഴികളെയൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. അതൊരു നല്ല ഓർമ്മയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും കോഴി ഉണ്ടായിരുന്നതുകൊണ്ടും ഒക്കെ അടുത്തുള്ള ഒരുപാട് വീട്ടുകാർ അവരുടെ വീടുകളിലൊക്കെ ബന്ധുക്കളൊക്കെ വിദേശങ്ങളിൽ നിന്നും അടുത്തുള്ള ബന്ധുക്കളൊക്കെ വരുമ്പോൾ അവർ ഈ കോഴീനെ കറി വെക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ കൈ പിടിച്ചങ്ങ് തൂക്കിയിട്ട് കോഴീനെ അങ്ങ് കൊടുക്കും. ചിലപ്പോൾ 2.5 കിലോ എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ അത് കൂടുതലൊക്കെ കാണും. നാടൻ കോഴിയല്ലേ നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് കോഴിക്കടകളൊന്നും നാട്ടിൻപുറങ്ങളില്ലായിരുന്നു. മരുന്ന് കുത്തി വെച്ച കോഴിയില്ലായിരുന്നു. എല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കുന്ന കോഴീനെ ഒക്കെ വീടുകളിൽ പോയി സാധാരണ രീതിയിലുള്ള കറിയൊക്കെ വെച്ച് അന്നൊന്നും മസാലകളൊന്നും കടയിൽ നിന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുന്ന ആ കോഴിക്കറിക്കൊക്കെ ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ സ്പെഷ്യലായിട്ടുള്ള കോഴിക്കറിയൊക്കെ അന്നും വെക്കുമായിരുന്നു. നല്ല അടിപൊളി നാടൻ കോഴിക്കറികൾ. അത്തരം കോഴിക്കറികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി എത്തുന്നതായിരിക്കും. അപ്പം നമ്മുടെ കോഴിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഞാനിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു 13 അപ്പോൾ അതിനും കൂടി നമ്മൾ ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കും. ആവശ്യമുള്ളവർ കഴിക്കും, അല്ലാത്തവർക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും. ഇതിപ്പോൾ ഗ്രോവർ ഫുഡാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. വലുതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ കൊടുത്തേക്കും. ആവശ്യക്കാർ കഴിച്ചോളൂ. ഇത് രാവിലെ അങ്ങ് വെക്കാം. അങ്ങനെ കോഴി വളർത്തലിൻ്റെ രസകരങ്ങളായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കോഴിക്കറിയുടെ രസങ്ങളുണ്ട്, അത് നാട്ടിൻപുറത്തിൻ്റെ കഥകളുണ്ട്. അങ്ങനെ പറഞ്ഞു തീരാൻ ഒരുപാട് കഥകളും കാര്യങ്ങളും ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിൻ്റെ ചേട്ടനുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീടിനോടനുബന്ധിച്ചുള്ള ഈ ജൈവപ്പന്തലും അതിൽ നിന്ന് കിട്ടുന്ന വിളവുകളും അതിൽ നിന്നുണ്ടാകുന്ന വരുമാനവും ഒക്കെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. അപ്പം നമ്മുടെ ഈ ചാനലിനെ കുറിച്ചുള്ള കൂട്ടുകാരുടെ പ്രതീക്ഷകളും കൂടി ഒന്ന് പങ്കുവെക്കുക. അത് നമുക്ക് കൂടുതൽ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് ഉപകാരമാവും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ. താങ്ക് യു.